ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ രാവിലെയാണ്. രാവിലെയല്ല കേട്ടോ, 12 മണി കഴിഞ്ഞു. അപ്പം ഞാൻ രാവിലെ എണീറ്റായിരുന്നു. ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. കാരണം പരീക്ഷയുണ്ട്, ഇന്നും ഉണ്ട്, നാളെയും. കണ്ടിന്യൂസ് 4 ദിവസം പരീക്ഷയുണ്ട്, വെള്ളിയാഴ്ച വരെ. പിന്നെ എനിക്ക് രാവിലെ എണീറ്റ് പോകുമ്പോൾ ഒരു തുമ്മലായിരുന്നു, അതുകൊണ്ട് സൗണ്ട് ചെറിയ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ രാവിലെ എണീറ്റ് പോലല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗ്രോസറി വാങ്ങുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ഏട്ടനും അനുവും രണ്ടുപേരും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗ്രോസറി വാങ്ങാൻ വേണ്ടിയിട്ട് വാൾമാർട്ടിൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും എന്നാൽ കഴിച്ചാലോ എന്ന് ഓർത്തു. ചോറ് അരി വെച്ചിട്ടുണ്ട്, പിന്നെ മീൻകറി ഇരിപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണമല്ലോ. ബ്രെഡ് ഉണ്ട്, വേറെ ഒന്നുമില്ല, എല്ലാം തീർന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടത്. അപ്പോൾ 2 മുട്ട ഓംലെറ്റും ബ്രെഡും കഴിച്ചാലോ എന്നുള്ള ആലോചനയിലിരിക്കുന്നു. പഠിക്കുമായിരുന്നു ഞാൻ. കാരണം എൻ്റെ ലാപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണം. എന്നിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന്, ഉച്ച കഴിഞ്ഞാൽ എനിക്ക് പതിയെ പോയാൽ മതി. 4 ആകുമ്പോഴത്തേന് 4-4:30 പോയാൽ മതി. എനിക്ക് 7 to 9 ഇന്നത്തെ എക്സാം. അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ. എനിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. കഴിക്കട്ടെ, ഉണ്ടാക്കട്ടെ, എന്നിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഇന്ന് ഒരു വെയിലിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചെറുതായിട്ട് സൂര്യനല്ലേ അത്, കാര്യമൊന്നുമില്ല. എന്നാലും പുള്ളി വന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. ഇന്നും മഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു, ഇന്നലത്തെ പോലെ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് എന്താണെങ്കിലും ഞാനിന്ന് 3 മണിക്കൂർ മുമ്പേ ഇറങ്ങാമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കട്ടെ, വിശന്നിട്ട് പാടില്ല. ഇതിപ്പോൾ 3ാമത്തെ നാളത്താണ് അങ്ങോട്ടല്ലേ ഞാൻ പറയണേ. പോയി കഴിക്കും പെണ്ണേ എന്നല്ലേ പറയാൻ വരുന്നത് നിങ്ങൾ. ഇതിനകത്താണ് ഞാൻ ഒന്നെ കാണത്തില്ലേ, ഇതിനകത്താണ് ഞാൻ മുട്ട മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്താണ് തൈരിൻ്റെ പാത്രം എടുത്ത് വെച്ചേക്കുന്ന തോന്നിയത്. അതാണ് മുട്ട മിക്സ് ചെയ്യും. മുട്ട എല്ലാത്തോളം ഒരു തോടെങ്കിലും വീഴ്ചയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. എങ്ങനെയാണെന്നറിയില്ല. 2 മുട്ട അത്രയും വേണം. വിശക്കുന്നുണ്ട് നന്നായിട്ട്. വിശക്കണോ. ഇനി ബീറ്റിംഗ് പ്രോസസ് കണ്ടോ. അയ്യോ, ഉപ്പിട്ടില്ല. ഇതൊക്കെ ഓർക്കണ്ടേ അമ്മാനെ, അല്ല ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ. ഉപ്പ് കുറേശ്ശെ മതിയല്ലോ, കുറച്ചുകൂടി ആവാം. ഉപ്പ് കൂടിപ്പോയി, കഴിക്കാൻ പറ്റാതെയാണ്. ഓക്കെ, മുട്ട അടിച്ചു. പാൻ വെച്ചിട്ടുണ്ട്, അത് ഓണാക്കി ചൂടാക്കി മുട്ട ഒഴിച്ച് പൊരിക്കട്ടെ. ഞാൻ എൻ്റെ ഇടയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കണില്ല. ഇത് വീഡിയോ എടുക്കുന്ന അത്ര എളുപ്പമൊന്നും കാര്യമല്ല. ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് പ്രത്യേകം മനസ്സിലാവും. ഞാനിതിപ്പം എൻ്റെ ഫോൺ വെച്ചേക്കുന്നത് സ്റ്റാൻഡിലൊന്നുമല്ല, ഇങ്ങനെ എൻ്റെ കബോർഡുണ്ട്, കബോർഡിൽ ഇങ്ങനെ പാത്രങ്ങളിങ്ങനെ ചിരിച്ചിങ്ങനെ വെച്ചേക്കുവാണ്. അത്ര രസമൊന്നുമില്ല ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ. പിന്നെ അതിനോട് ഇഷ്ടമുള്ളവരതങ്ങനെ ചെയ്യും. ഞാനങ്ങനെ ഒരാളാണ്, ഞാൻ തന്നെ വിശ്വസിക്കുന്നു. സോ ഞാൻ വീഡിയോ എടുക്കും അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് എല്ലാ പാട്ടൊന്നും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവാത്തത്. എടുക്കാൻ പറ്റുന്ന പാട്ടൊക്കെ ഞാൻ സ്വന്തമായിട്ടൊക്കെ അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യുന്നത് രസമല്ല എന്ന് അങ്ങനെയൊക്കെ. പിന്നെ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അത്രയേ ഉള്ളൂ. അതല്ലേ എല്ലാം. ഓക്കെ, അപ്പം ഇനി ഞാൻ ഫുഡ് റെഡി ആയിട്ട് ഇനി കാണിക്കാം. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇതാണ് മുട്ടയും 2 ബ്രെഡും. അത് മതി തൽക്കാലം. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചോറുണ്ണാലോ. ഇതാകുമ്പോൾ എങ്ങനെ ഇരിക്കുക, ഇവിടെ ഇരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ. വിശക്കുന്നു, കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞു. പിന്നെയും ബാക്ക് ടു പഠിക്കാൻ ഇരിക്കുകയാണ്. ഇനി കുറച്ച് നേരം പഠിക്കണം.
ഞാനിപ്പോൾ ഏട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അതെ, ഇപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഞാൻ അതേ ഡ്രസ്സിൽ എൻ്റെ പഴയ ജാക്കറ്റ് എടുത്തിട്ടു, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി തിരിച്ചു പോണ വഴി എനിക്ക് പെട്രോളൊന്നും അടിക്കണം. വണ്ടിയുടെ അവസ്ഥ ആകെ ശോചനീയമാണ്. ഒന്ന് കഴുകിയാൽ കൊള്ളാമെന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വാട്ടർ സർവീസ്. അതോട് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എനിക്കും ഇറങ്ങണം, ഒരുപാട് ലേറ്റ് ആവാതെ. 4 ഇറങ്ങണം എനിക്കും പരീക്ഷയിൽ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എൻ്റെ വണ്ടിയുടെ കോലം ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തു. വൃത്തിയായോ എന്ന് ചോദിച്ചാൽ ഭേദമായി, നന്നായിട്ട്. വളരെ മോശമായിരുന്നു എൻ്റെ വണ്ടിയുടെ അവസ്ഥ. ഇങ്ങനെ വണ്ടിയെ കണ്ടിട്ട് പാവം തോന്നി. കാരണം ഈ സ്നോ ഉള്ള സമയത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പം എല്ലാവരുടെയും വണ്ടിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ വൃത്തിയായില്ല, ബട്ട് സ്റ്റിൽ ലുക്സ് എ ബിറ്റ് ക്ലീൻ എന്നൊക്കെ. എന്താ ചെയ്യുക, ഇനി ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ച് പോട്ടെ. ഓ മൈ ഗോഡ്, വെയിൽ അത് കണ്ടോ, സൂര്യൻ. അപ്പോൾ ഇന്ന് വലിയ ടെമ്പറേച്ചറൊന്നും ഇല്ല കേട്ടോ ആക്ച്വലി. പിന്നെ ഞാൻ പെട്രോൾ അടിക്കേണ്ടതൊക്കെ ഇറങ്ങേണ്ടി വരും, അപ്പോൾ കാറ്റാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടതാണ്. അപ്പോൾ ശരി, ഇനി റെഡിയായി ഇറങ്ങുമ്പം കാണാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ റെഡിയായി ഇറങ്ങാൻ പോവാണ്. ഫുൾ ഡ്രസ്സൊക്കെ ചെയ്തു, ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് മഞ്ഞൊന്നുമില്ല, പക്ഷേ ഇന്ന് റെയിൻഫാൾ വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്. എന്താല്ലേ, ഞാൻ പോകുമ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ കാണും. ഇന്ന് മഴയാണ്, ഇന്നലെ മഞ്ഞാണെങ്കിൽ ഇന്ന് മഴയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 4:30, എനിക്ക് 7 മണിക്കാണ് പരീക്ഷ. ഇന്ന് 2.5 മണിക്കൂർ, ഇന്നലെ ലേറ്റ് ആയല്ലോ, അതുകൊണ്ട് ഇന്ന് 2.5 മണിക്കൂർ നേരത്തെ ഇറങ്ങാൻ നേരത്തെയാണ്. 3 മണിക്കൂർ മുമ്പ് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, ബട്ട് നടന്നില്ല. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ വെളിയിലിപ്പോൾ ഓൾറെഡി ഏകദേശം ഇരുട്ടിയ സെറ്റപ്പായി കേട്ടോ. കണ്ടോ, രാത്രി വൈബായി, വെട്ടം കാര്യമായിട്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല, മഴയില്ല, മഞ്ഞുമില്ല, ഒന്നുമില്ല. പോണ വഴി എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ എന്താണെന്ന് ഇറങ്ങുകയാണ്. ടിമ്മിന്നൊരു ചായയോ കാപ്പിയോ എന്തെങ്കിലും വാങ്ങണം, എന്നിട്ട് നേരെ വിടുന്നു, അത്രേ ഉള്ളൂ. കോളേജ് ചെന്നിട്ടായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ടിമ്മിൽ കയറുന്നുണ്ടെങ്കിൽ അവിടെ കാണാം, എന്നിട്ട് കോളേജിൽ. ബൈ. ഞാൻ ടിമ്മിൽ കയറുവാണ്, വെട്ടമില്ല, ഇവിടെ ഇരുട്ടാണ്. ഞാൻ ഇവിടെ വൈറലായ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഡ്രിങ്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ ഉള്ളവർക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. Hi, what can I get for you? Hi, can I have a medium white hot chocolate with a shot of espresso? A medium white hot chocolate with an espresso shot? Yeah, Okay. that's all. Alrighty, you can come on up. Thank you. Thank you. അത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് കേട്ടോ. അത് 2 എക്സ്പ്രസോ, അതായത് മീഡിയം വൈറ്റ് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് 2 എക്സ്പ്രസോ ഷോട്ട്. അത് ഇച്ചിരി കഫീൻ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് നല്ലതായിരിക്കും. ഉറങ്ങത്തേയില്ല. എനിക്കത് ഇച്ചിരി കയ്പ്പ് ഫീൽ ചെയ്ത എക്സ്പ്രസോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കയ്പ്പാണല്ലോ. അപ്പോൾ ഇത്തവണ ഞാൻ 1 എക്സ്പ്രസോ ഷോട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇച്ചിരി നല്ല സ്വീറ്റ് കഫീൻ വേണമെന്നുള്ളവർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാനതിന് $3.66 ആണ് ഇൻക്ലൂഡിങ് ടാക്സ് അതിനിപ്പോൾ ആവുന്നത്. അപ്പം ഞാനത് കുറിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. Thank you so much. Have a nice day. You too. അപ്പോൾ സംഭവം കിട്ടി. നല്ല കോഫി മനം. നല്ല കോഫി. കൊള്ളാം. മറ്റേത് കുറച്ചുകൂടെ ഇതാണ്, ഇത് കുറച്ചുകൂടെ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നല്ല ബ്രൂ കോഫിയൊക്കെ ഭയങ്കര കടുപ്പത്തിൽ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു വൈബാണ് ഇതിന്. കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞാനിപ്പോൾ സിഗ്നൽ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഫസ്റ്റ് സിഗ്നൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പോണ വഴി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇരുട്ടാണ്. ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഇനി കോളേജ് ചെല്ലട്ടെ, ചെന്ന് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇന്ന് ഏത് ബിൽഡിങ്ങിലാണ് എന്നറിയില്ല, എക്സാം നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ അവസാനം ഞാൻ കോളേജ് എത്തി. 6:15 സമയം. 2 മണിക്കൂർ എടുത്തു.
അപ്രോക്സിമേറ്റ്ലി 2 മണിക്കൂർ എടുത്ത് വരാൻ പതിയെ വന്ന്. ഇനിയിപ്പം ബി ബിൽഡിങ്ങിലാണ് എൻ്റെ ക്ലാസ് റൂം, എക്സാം നടക്കുന്ന റൂം. ഇപ്പോൾ ഈ കാണുന്നത് ആണ്. ഇതിനകത്തൂടെ കയറി വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. മഴയൊന്നും ഇല്ലായിരുന്നു ഭാഗ്യത്തിന്. ഇനി തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അത് വരെ നോക്കാം. ക്ലാസ് റൂം കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ കയറി വരുന്നിടത്ത് എന്തോ പരിപാടി, ഇങ്ങനെ കുറേ ഡ്രസ്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ആർക്കറിയാം. എന്തെങ്കിലുമൊക്കെ കാണും. വലിയ കോളേജല്ലേ. കയറി വന്ന് ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞുള്ളൂ. ഇനി ഞാൻ അങ്ങോട്ട് പോവാം. ഇതിപ്പം ആണ്, ഇത് കഴിഞ്ഞ് A, അത് കഴിഞ്ഞിട്ടാണ് B. ABCD ഓർഡറൊന്നും അല്ല കേട്ടോ. B A B C കുറേ ഉണ്ട്, എനിക്ക് തന്നെ അറിയില്ല. നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ. പെയിൻറ്റിങ്. ഇനി ഇങ്ങോട്ടേക്കാണ് എൻ്റെ നെക്സ്റ്റ്. ഇതിപ്പം C എത്തി. A കഴിഞ്ഞു, C കഴിഞ്ഞു, ഇനി Bയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാനുള്ള ഈ ഒരു ഇതില്ല, ഇതാകെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്തത് ഒരു ജയിൽ ആർക്കിടെക്റ്റാണ്. അതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് എൻ്റെ എക്സാം നടക്കുന്നത്. എക്സാം ഹാളാണ്. കുറേ പേരുണ്ട്. ഇതിൻ്റെ പരീക്ഷയാണ്. അപ്പം ഞാനതേ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി. കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ മാർക്കപ്പം അറിയില്ല. ബട്ട് സ്റ്റിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് essay, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി തിരിച്ച് എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് അടുത്തോട്ട് പോകണം. അവിടെ നിന്ന് ഇനി ഒറ്റമ്പന്നൊരു ചായയോ എന്തെങ്കിലും മേടിച്ച്, എൻ്റെ ആക്ച്വലി ഒരു എനർജി ഡ്രിങ്ക് ഉണ്ട്. ചിലപ്പോൾ ഒരു ചായ മേടിക്കും, എന്നിട്ട് നേരെ പോകണം. തണുപ്പൊന്നും വലിയ കാര്യമായിട്ടില്ല, ബട്ട് ലൈറ്റായിട്ട് മഴയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്തിട്ടേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചു പോവാം. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ എക്സാമും കഴിഞ്ഞു. ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. നാളെ രാവിലെയാണ്. അപ്പോൾ അതിനെനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഇതൊക്കെ സിസ്റ്റം ബേസ്ഡ് ആയിരുന്നു. നാളെ മുതൽ ഇനി എഴുത്ത് പരീക്ഷ ഇങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി എഴുതണം. നാട്ടിലെ പോലെ തന്നെ 2 മണിക്കൂർ സമയമുണ്ട്. ഇവിടെ 2 മണിക്കൂറാണ്. കുറേ ക്വസ്റ്റ്യൻസ് കാണും. റിട്ടൺ എക്സാമാണ്. essay ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് ആൻസർ ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ പെൻ ആൻഡ് പേപ്പർ എക്സാം എന്നാണ് പറയുക. അപ്പോൾ അതാണ് നാളെ. ഇനിയും ചെന്നിട്ടിരുന്ന് പഠിക്കണം. നേരത്തെ കിടക്കണം. ഒരു 8 മണിയെങ്കിലും ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. നാളെയൊക്കെ സ്നോയാണ്. രാവിലെ എല്ലാം കാണിച്ചേക്കുന്നത്, അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, ബൈ.